രണ്ട് തൊഴിൽ പോയി. അപ്പോഴേക്ക് എത്ര വർഷമായി? 2008 അപ്പോൾ എത്ര വർഷം ജോലിയായി? അപ്പോഴേക്കും 2004 പാസ് ഔട്ടായി. 4 വർഷത്തോളം. 4 വർഷം അങ്ങനെ പോയി. ആ കാലത്ത് താങ്കൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു? അതെ, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത്, ഞാൻ കോട്ടയത്ത് ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ എൻ്റെ രശ്മീനെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെയും വീട്ടിൽ ഞങ്ങൾ ഇന്റർകാസ്റ്റാണ്. താങ്കളൊരു ക്രിസ്ത്യാനിയാണ്, അദ്ദേഹം ഹിന്ദുവാണ്, ബിലോങ്സ് ടു നായരാണ്. എപ്പോഴും ഒരു എന്താ പറയുക, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒക്കെ ഇച്ചിരി കൂടുതലുള്ള അങ്ങനെ ഒരു മനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ തുടങ്ങിയതാണ്. അതിൻ്റെയും അവസാനം ഫണ്ടില്ലാത്തതുകൊണ്ട് അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ എല്ലാത്തിൻ്റെയും ആവശ്യം, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും പുറകിൽ ഫണ്ട് വേണം എന്നുള്ളത് പണമില്ലാതെ ഒന്നും കണ്ടു തുറന്നു. ശരിക്കും ഞാൻ ആ ബിസിനസ് ചെയ്യുന്ന ഒരു വഴി എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നമ്മൾ ചെയ്തു കൊടുക്കുന്ന ആളുകൾ കാശ് തരുന്നു എന്നുള്ള, പിന്നെ നമ്മളത് ജോലി ചെയ്ത സമയത്ത് നമ്മുടെ ഈ കുറച്ച് പൈസയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യമൊക്കെ ഒരു ഹണിമൂൺ പീരീഡ്, ബിസിനസിൻ്റെ ഹണിമൂൺ പീരീഡ് വളരെ ഭംഗിയായിട്ട് പോയി. ബിസിനസ് തുടങ്ങിയാൽ പരാജയങ്ങൾ ഉണ്ടാവില്ലേ? അത് എത്ര പരാജയങ്ങൾ ഉണ്ടായാലും ചിലരുണ്ട് ആ പരാജയങ്ങളൊക്കെ ഒരു തിരിച്ചടിയായി കാണാതെ വീണ്ടും വീണ്ടും പരിശ്രമിച്ച് അവർ തിരിച്ചു വരും. ഹായ്, ഞാൻ ഷമീം റഫി, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിൽ ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ നിരവധി വർഷത്തെ തൊഴിലുള്ള പരിചയസമ്പത്ത് വെച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുന്നു. എന്നാൽ തിരിച്ചടികളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായത്. അദ്ദേഹം ഭാര്യയും ചേർന്ന് പിന്നീട് ആ സംരംഭം വളർത്തി. അത്തരമൊരു സ്പാർക്കുള്ള കഥയാണ്. കഥ പറയാൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ അജിയാണ് ഹോട്ട് സീറ്റിലിരിക്കുന്നത്. അജി, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്കളെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് വോയിസ് ആയിരുന്നു, പണ്ടത്തെ ക്ലബ് ഹൗസിൽ വെച്ചിട്ട്. പിന്നീട് നമ്മളൊരു സൗഹൃദം ഉണ്ടായത്. പിന്നെ ഇപ്പോൾ എൻ്റെ ഈഗിൾ കോച്ചിങ് താങ്കൾ പൂർത്തിയാക്കി. എന്തോ ഒരു കണക്ഷൻ നമ്മൾ തമ്മിൽ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്പാർക്കിൻ്റെ വേദിയിൽ താങ്കളുടെ കഥ പറയാനായത് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അജിയുടെ നാട് എവിടെയാണ്? ജനിച്ചതും വളർന്നതൊക്കെ കാഞ്ഞിരപ്പള്ളിയിലാണ്, കോട്ടയം കാഞ്ഞിരപ്പള്ളിയാണ്. പഠിച്ചത് ഡിഗ്രി വരെ കാഞ്ഞിരപ്പള്ളി തന്നെ. MCA ചെയ്തത് ഇവിടെ കൊച്ചിയിലാണ്, അമൃതയിലായിരുന്നു ചെയ്തത്. പഠിച്ചു കഴിഞ്ഞ് പിന്നെ എന്തായിരുന്നു ചെയ്തത്? പഠിച്ചു കഴിഞ്ഞ് ജോലി, ഒബിയസ്ലി പഠിച്ചു കഴിഞ്ഞ് കുറേ നാൾ നമ്മൾ 2004 പഠിച്ചിറങ്ങിയത്. ആ സമയത്ത് റിസഷൻ്റെ ഒരു പീക്ക് ടൈമായിരുന്നു. അപ്പോൾ അത് നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയി അവിടെ ഓരോ കമ്പനി ചെല്ലുമ്പോൾ ചിലപ്പോൾ ഗേറ്റിൽ ചെല്ലുന്ന സെക്യൂരിറ്റിക്ക് തന്നെ എന്നെ മനസ്സിലാകാൻ തുടങ്ങി. അപ്പോൾ പറയും 1 മാസം കഴിഞ്ഞ് വരൂ, HR വിടാറ് പോലും ഇല്ല. സെക്യൂരിറ്റി തന്നെ പറയും പോയിട്ട് വാ, ആ ഒരു ലെവൽ. അങ്ങനെ കുറച്ച് നാൾ നമ്മൾ കറങ്ങിയിട്ടൊന്നും ഇതില്ല. പിന്നെ നമുക്ക് മനസ്സിലായി എവിടെയോ ഒരു പ്രശ്നമുണ്ട്. അതും എൻ്റെ നമ്മൾ പഠിച്ചിടത്തെ ഒരു പരാജയമാണ്. അപ്പം ഞാനത് വീണ്ടും കോട്ടയത്ത് വന്നിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഞാൻ പഠിച്ചു ഞാൻ അവിടെ തന്നെ പഠിപ്പിക്കാൻ കയറി. ആദ്യത്തെ ജോലി പഠിപ്പിക്കലായിരുന്നു. അതെ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഈ വീട്ടില് അച്ഛനമ്മ എന്താ ചെയ്യുന്നത്? അപ്പൻ ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു. അമ്മ അവിടെ സെന്റ് തോമസ് കോളേജിൽ ലൈബ്രറി സ്റ്റാഫായിരുന്നു. വളരെ സാധാരണ കുടുംബത്തിലാണ് താങ്കൾ വരുന്നത്. അപ്പോൾ അങ്ങനെ ആ ജോലി എത്ര നാൾ പോയി? ആ ജോലി എനിക്ക് എൻ്റെ ഫസ്റ്റ് ശമ്പളം എന്ന് പറയുന്നത് 1000 രൂപയാണ്, ഫസ്റ്റ് മന്ത്. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ അവിടുന്ന് 1000 രൂപയ്ക്ക് തുടങ്ങി. ഞാൻ 3ാമത്തെ മാസം അവിടെ തന്നെ ഞാൻ 6000 രൂപ വാങ്ങി. അങ്ങനെ ഞാൻ അവിടെ ഒരു 2 വർഷം നിന്നില്ല, ഒരു 1.5 വർഷം നിന്നു. പിന്നീട് ഞാൻ കുറച്ചുകൂടി നല്ലൊരു ഇതിലേക്ക് വരണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അവിടുന്ന് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. വീണ്ടും വന്ന് ഇവിടെ ജോലി തപ്പി. ഞാൻ 2 കമ്പനികളിൽ പോയി ജോയിൻ ചെയ്തു. 2 കമ്പനിയും അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടല്ല, അവർ നല്ല ബിസിനസ് ഓണേഴ്സ് ആട്ടോ. ഇപ്പോഴും എനിക്ക് അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുടെ ഒരു പരാജയപ്പെട്ടു. ബിസിനസ് പരാജയപ്പെട്ടുകൊണ്ട് തൊഴിൽ പോയി. 2 തൊഴിൽ പോയി. അപ്പോഴേക്കും എത്ര വർഷമായി? 2008. അപ്പോൾ എത്ര വർഷം ജോലിയായി അപ്പോഴേക്കും? 2004 പാസ് ഔട്ടായി. അപ്പോൾ 4 വർഷത്തോളം. 4 വർഷം അങ്ങനെ പോയി. എന്നും സ്ട്രഗിളാണ്. 2008 ഞാൻ മുത്തൂറ്റ് പാപ്ഷൻ ഗ്രൂപ്പിലെ ജോലിക്ക് കയറി. പക്ഷെ അതെനിക്കൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഇപ്പോഴും അവിടുന്ന് എന്താ പറയുക, അവിടുന്ന് പഠിച്ച കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു എന്താ പറയുക, എംപ്ലോയി ആയിട്ടുള്ള കാര്യങ്ങളിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ മുത്തൂറ്റ് പാപ്ഷൻ ഗ്രൂപ്പിൽ അന്ന് ഞാൻ 8000 രൂപയ്ക്കാണ് സാലറിയിലേക്ക് കയറിയത്. ഞാൻ അവിടെ ഒരു 3 വർഷത്തോളം വർക്ക് ചെയ്തു. 3ാമത്തെ വർഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് 45,000 സാലറി ഉണ്ടായിരുന്നു. അതിനുശേഷം ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിൽ വർക്ക് ചെയ്തു. അവിടെ എല്ലായിടത്തും ഞാൻ ഈ HRMS സോഫ്റ്റ്വെയർ ആണ് ചെയ്തത്. ബോബി ചെമ്മണ്ണൂർ തൃശ്ശൂരായിരുന്നു. ബോബി സാറിനുമായിട്ടും വളരെ നല്ലൊരു മനുഷ്യനാണ്. അപ്പം ആളുമായിട്ടും ഭയങ്കര എൻകറേജിങ് ആയിട്ടും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സാറിൻ്റെ അവിടെ നമ്മൾ വർക്ക് ചെയ്തു. അവിടുന്ന് അദ്ദേഹത്തിന് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അവിടുന്നാണ് ഞാൻ ആ സമയത്താണ് നമ്മൾ ഈ ടാസ്ക് മാനേജ്മെൻ്റ് ഒക്കെ
സാറിൻ്റെ പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ടാസ്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ ഞങ്ങൾ അന്ന് ചെയ്തു. NCDയുടെ സോഫ്റ്റ്വെയറും ഒക്കെ നമ്മളവിടെ ചെയ്തു. അതിനുശേഷം നമ്മൾ അദ്ദേഹം താങ്കൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചു. അതെ, അതിനുശേഷം നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഓക്കെ. തുടങ്ങി. അപ്പോൾ ആ കാലത്ത് താങ്കൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അതെ, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ കോട്ടയത്ത് ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ എൻ്റെ രശ്മീനെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെയും വീട്ടിൽ ഞങ്ങൾ ഇന്റർകാസ്റ്റാണ്. താങ്കളൊരു ക്രിസ്ത്യാനിയാണ്, അദ്ദേഹം ഹിന്ദുവാണ്, ബിലോങ്സ് ടു നായരാണ്. അപ്പം ഞങ്ങളുടെ വീട് വളരെ ഫ്രീഡം തരുന്ന ആളുകളാണ് രണ്ടുപേരും. എനിക്ക് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ്. അതിൽ രശ്മിയുടെ അച്ഛനും അമ്മയും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. പക്ഷെ അവർ സമ്മതിക്കാതെ ഞങ്ങളൊന്നും ചെയ്യത്തില്ല എന്നൊരു ഇതിലായിരുന്നു ഞങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ജോലി ചെയ്ത സമയത്ത് പിന്നെ അവസാനം മീൻസ് കുറച്ച് നാളുകൾക്ക് ശേഷം അവർ എല്ലാവരും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അതെ അതെ. ശരി. അപ്പോൾ പിന്നീട് സംരംഭം തുടങ്ങിയപ്പോൾ ആരുമായിട്ടാണ് ഈ സംരംഭം? ഞങ്ങളൊരു 4 പേര് കൂടിയിട്ടാണ് തുടങ്ങിയത്. പക്ഷെ ഞങ്ങൾ 4 പേരുടെയും എന്താ പറയുക, ഞങ്ങൾ 4 പേരും ശരിക്കും ടെക്നിക്കൽ പേഴ്സൺസ് ആയിരുന്നു. ഓക്കെ. ബിസിനസ്സും ജോലിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടെന്നുള്ളത് അന്ന് മനസ്സിലായി. അത് വളരെ വലിയൊരു തിരിച്ചറിവായിരുന്നു. പക്ഷെ അത് തിരിച്ചറിവ് ഉണ്ടായിട്ട് കുറേ വർഷം എടുത്തെന്നുള്ളതാണ് സത്യം. നമ്മളിപ്പം ഈഗിൾ ക്ലാസ്സിലൊക്കെ നേരത്തെ വരുമായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ടൊന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ ആ ബിസിനസ് ചെയ്യുന്ന ഒരു വഴി എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ആളുകൾ കാശ് തരുന്നു എന്നുള്ള, പിന്നെ നമ്മളത് ജോലി ചെയ്ത സമയത്ത് നമ്മുടെ ഈ കുറച്ച് പൈസയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യമൊക്കെ ഒരു ഹണിമൂൺ പീരീഡ്, ബിസിനസിൻ്റെ ഹണിമൂൺ പീരീഡ് വളരെ ഭംഗിയായിട്ട് പോയി. പക്ഷെ കുറച്ച് നാൾക്ക് ശേഷം നമുക്ക് മനസ്സിലായി ഇതൊന്നുമല്ല, ബിസിനസ് വരാൻ തുടങ്ങി. അപ്പോൾ അന്ന് വൈഫ് കൂടെയുണ്ട്? പാർട്ണറാണ്. അപ്പോൾ അദ്ദേഹം ജോലി രാജിവെച്ചു, ഞങ്ങൾ രണ്ടുപേരും ജോലി രാജിവെച്ചു. അത് റിസ്ക് ആണ്. അപ്പോൾ നമുക്ക് വേറെ ഏണിങ്സ് ഒന്നുമില്ല. കുഞ്ഞുണ്ടോ? അപ്പോൾ എൻ്റെ മോളുടെ പ്രായവും എൻ്റെ കമ്പനിയുടെ പ്രായവും ഒരുപോലെ. ഓക്കെ. അപ്പോൾ മോളുണ്ടായി. അപ്പം നമ്മൾ മോളെ കൺസീവ് ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്നും രശ്മി എൻ്റെ കൂടെ തിരുന്നിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾ എന്താ പറയുക, നമുക്ക് ടെക്നിക്കൽ പേഴ്സണിൽ നിന്ന് വന്നിട്ട് ഒരാളോടൊരു ബിസിനസ്സിൻ്റെ ഒരു പ്രൈസ് പറയാനോ അല്ലെങ്കിൽ ഒരു നെഗോഷിയേറ്റ് ചെയ്യാനോ, ഒന്നാമത്തെ കാര്യം നെസസിറ്റിയാണ്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ. അപ്പം നമ്മൾ ഒരാളൊരു കസ്റ്റമൈസേഷൻ പറയുമ്പോൾ അതിൻ്റെ പ്രൈസ് വാങ്ങണമെന്നോ ഇതൊന്നും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ചെയ്തുകൊണ്ടേയിരിക്കുക, പൈസ കിട്ടും. അങ്ങനെ നമ്മൾ കുറേ നമ്മൾ ഇപ്പം മാർക്കറ്റിനും അല്ലെങ്കിൽ എനിക്ക് എല്ലാ ആളുകളോടും പറയാനുള്ളൊരു ഇപ്പം നമ്മുടെ എന്നല്ല, സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു വരുന്ന ഈ പാഷൻ്റെ പുറകെ വരുന്ന ആളുകളെ നമ്മൾ എക്സ്ക്യൂസ് ചെയ്യരുത്. ഞാനിപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു വെണ്ടർ ഉണ്ടെങ്കിൽ അയാളുടെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ള പൈസ നമ്മൾ കൊടുത്തിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ പഠിച്ചിരിപ്പാണ്. നമ്മൾ ഒരുപാട് അത് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പം നമ്മൾ അങ്ങനെ ബിസിനസ് പൂട്ടിയില്ല സാറേ. നമ്മൾ വീണ്ടും ഒന്ന് ബൗൺസ് ബാക്ക് ചെയ്തു. ആ സമയത്ത് നമ്മൾ കൃഷിക്കാരെന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം അത് നമ്മൾ എപ്പോഴും ഒരു എന്താ പറയുക സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഇച്ചിരി കൂടുതലുള്ള അങ്ങനെ ഒരു മനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ തുടങ്ങിയതാണ്. അതിൻ്റെയും അവസാനം ഫണ്ടില്ലാത്തതുകൊണ്ട് അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ എല്ലാത്തിൻ്റെയും ആവശ്യം അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും പുറകിൽ ഫണ്ട് വേണം എന്നുള്ളത് കണ്ടു തുറന്നു ശരിക്കും. പിന്നെ നമ്മളൊരു എന്താ പറയുക, കൊറോണ വന്നപ്പോൾ നമ്മുടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ റെൻ്റ് കൊടുത്ത് അത് നമ്മൾ റൂം അടച്ചിട്ട് സാധനങ്ങളൊക്കെ നശിച്ചു പോയി. പിന്നെ നമ്മൾ കൊറോണയ്ക്ക് ശേഷം നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടി. 3 പരാജയങ്ങളായി അവിടെ ആയി. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സജി മാത്യു സാറ് അന്ന് അവിടുത്തെ CEO ആണ് BMHൻ്റെ. അപ്പം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു ബിഗ് ബ്രദറാണ് സാറ്. എൻ്റെ ലൈഫ് മെൻറ്ററാണ്, എൻ്റെ ബിസിനസ്സിന് മെൻറ്ററാണ്. സാറില്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കില്ല. അത്രയും എന്നെ ഗ്രൂം ചെയ്ത് എങ്ങനെ ബിസിനസ് ചെയ്യണം, എങ്ങനെ ബിസിനസ് ചെയ്യുന്നേക്കാൾ കൂടുതൽ എങ്ങനെ ഒരു പ്രോഡക്റ്റ്, ഇപ്പം നമ്മളുടെ വിചാരം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന HRMS പെർഫെക്റ്റ് ആണ്, ഇനി അതിൻ്റെ അപ്പുറം ഒന്നുമില്ല, HR-കാരെല്ലാം ഇത് ഉപയോഗിച്ചോളും. സാറിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായി ഇതൊന്നുമല്ല HR-ന് നമ്മളിങ്ങനെയല്ല. അപ്പോൾ സാറിൻ്റെ എബ്രോഡ് എക്സ്പീരിയൻസുകളും അതൊക്കെ സാറ് എടുത്തിട്ട് നമ്മളെ ഈ പ്രോഡക്റ്റിനെ നമ്മൾ ഗ്രൂം ചെയ്തു. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചോളൂ, നിനക്കത് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടോ ചോദിച്ചു. ഓക്കെ, നമ്മൾ ഷേക്ക് ഹാൻഡ് ചെയ്തു. ഡേ ആൻഡ് നൈറ്റ് ഞങ്ങൾ കഴിഞ്ഞ ഒരു കൊറോണയ്ക്ക് ശേഷം ഒരു 4 വർഷം ഡേ ആൻഡ് നൈറ്റ് നമ്മൾ വർക്ക് ചെയ്തു. അവിടുന്ന് നമ്മൾ ആ പ്രോഡക്റ്റിനെ ഷേപ്പാക്കി നമ്മൾ BMHൻ്റെ 4 ഹോസ്പിറ്റലിൽ നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്തു. ഓക്കെ. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അപ്പോൾ ഇപ്പോൾ സാർ അവിടെ ഗ്രൂപ്പ് CTO ആണ്. സാറാണ് എന്നെ കൈപിടിച്ച് നടത്തിയത്. അത് സാറിൻ്റെ ഒരു സാറിൻ്റെ വിഷനാണ്. ഇപ്പം നമ്മുടെ സാറ് ക്ലയൻ്റായിട്ട് വന്നെങ്കിൽ ഇപ്പം നമ്മുടെ കമ്പനിയുടെ മെൻറ്ററാണ് സാർ. വെരി ഗുഡ്.
അതാണ് ഞങ്ങളുടെ ഒരു എൻ്റെ ഒരു എന്താ പറയുക ഒരു ഇപ്പോഴത്തെ ഒരു പിന്നീട് നമ്മൾ അടുത്ത ലെയറിലേക്ക് വന്നപ്പം നമ്മൾ ബിസിനസ്സിനെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള നമ്മളൊരു ഒന്ന് നിന്ന് നമുക്ക് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അടുത്ത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള സമയം നമ്മൾ നോക്കി അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബൈലൊക്കെ നമുക്ക് നമ്മുടെ കോട്ടയംകാർ തന്നെയാണ് അവർ UG ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് GCC അവർക്കൊരു കമ്പനി ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അവരുമായിട്ട് അസോസിയേറ്റ് പാർട്ണർഷിപ്പായി. അതുപോലെ നമുക്കിപ്പം ഞാൻ എൻ്റെ വൈഫ് നമ്മുടെ ജോസ് കുര്യൻ എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിനെ പോലെ തന്നെയാണ്. ഞാൻ ജോസ് കുര്യൻ്റെ ബുക്ക് വെച്ച് പഠിച്ച ആളാണ്. അവനാണ് ഒരു സെം കൂടുതൽ മുന്നിൽ. അപ്പോൾ അവന് MC ആയിരുന്നു. അവനിപ്പോൾ ഇൻ്റല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജോസാണ് നമ്മളുടെ ഒരു ഡയറക്ടർ. ആള് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണ്. പിന്നെ ഞാൻ വൈഫ്, പിന്നെ ജോർജും ഉന്മേഷും GCCയിലുള്ളത്. അവർ UG ഗ്ലോബലിൻ്റെ. അപ്പോൾ അവര് GCCയിലേക്ക് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ HRMS GCCയിൽ അവർ മാർക്കറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 4 കൺട്രി നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ സജി സാറിൻ്റെ അടുത്ത് കുറേ പാഠങ്ങൾ പഠിച്ചതുകൊണ്ട് നമുക്ക് SSB ഗ്രൂപ്പിലൊരു എൻട്രി കിട്ടിയായിരുന്നു. ഞങ്ങൾ ബഹ്റൈനിൽ അവരുടെ 17 കൺട്രിയിൽ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നുണ്ടായിരുന്നു SAP ആയിട്ട്. നമ്മളാണ് ആദ്യത്തെ കമ്പനി SAP ആയിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത്. SSB ഗ്രൂപ്പിലെ ആദ്യത്തെ ഇൻറ്റിഗ്രേഷൻ നമ്മളാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ബഹ്റൈൻ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ദുബായ് കിട്ടി. നമ്മുടെ ബാക്കിയുള്ള കൺട്രീസ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. വെരി ഗുഡ്. നമുക്ക് ഈ പ്രോഡക്റ്റിലോട്ടും തിരിച്ചു വരാം. HRMS എന്താണ് ഈ പ്രോഡക്റ്റ്? നമുക്ക് ഈ സംരംഭകർക്ക് അത് എങ്ങനെയാണ് സഹായം ചെയ്യുക? ഇപ്പോൾ സാറ് പറയാനുള്ള പോലെ ഞങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റി. ഞങ്ങളൊരു ഹെൽപ്പിംഗ് സൊല്യൂഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഹെൽപ്പിംഗ് സൊല്യൂഷൻ്റെ അകത്ത് നമ്മുടെ HRൻ്റെ ഒരു പെയിൻ പോയിന്റ് ആണ്. ഇവർ ഡേ ടു ഡേ ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം, ഇവർക്ക് റിമൈൻഡേഴ്സ് വേണം, ഇപ്പം നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി അവർക്ക് ഫയൽ ചെയ്യണം, ഇതെല്ലാം PF സാലറി കാൽക്കുലേഷൻ, ഇതെല്ലാം ഇവർക്കൊരു ബട്ടൺ ക്ലിക്കിൽ ചെയ്യാം. ഈവൻ നമ്മുടെ PF ESI ചെണ്ടാല അടയ്ക്കാനുള്ള റെസിപ്റ്റ് വരെ നമ്മുടെ സിസ്റ്റം ഓട്ടോമേറ്റഡ് ആയിട്ട് ജനറേറ്റ് ചെയ്ത് കൊടുക്കും. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇന്ന ഒരു വേക്കൻസി ഉണ്ടെന്ന് HOD പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ അത് കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങാം. നമുക്ക് റെസ്യൂംസ് സോഴ്സ് ചെയ്യാം, സ്ക്രീൻ ചെയ്യാം, ഇൻ്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്യാം, ഓഫർ ലെറ്റർ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് തന്നെ അയക്കാം. ദെൻ അവർ വരുമ്പോൾ തന്നെ അവർക്ക് ID കാർഡ് ഡേ 1 നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് എടുത്ത് കൊടുക്കാം. അവരുടെ ഫുൾ ലൈഫ് ഹിസ്റ്ററി എൻഡ് ടു എൻഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വലിയ കോർപ്പറേറ്റുകൾക്കൊപ്പം സ്മോൾ ആൻഡ് മീഡിയം ഓൺട്രപ്രണേഴ്സിനും സഹായിക്കുന്നതാണ്. തീർച്ചയായിട്ടും സാർ. ഇതിനകത്ത് നമുക്ക് പ്രൈസിങ് വൈസ് ആണ്. അപ്പം ഇപ്പം നമ്മളുടെ പ്രൈസിങ് എല്ലാവർക്കും ചിലപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അതിനെ ഒന്ന് ചെറുതാക്കി ലൈറ്റ് ആക്കിയിട്ട്, ഇപ്പം നമ്മൾ പ്രോയും ലൈറ്റും ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ലൈറ്റ് ആക്കിയിട്ട് മിഡ് സൈസ് അല്ലെങ്കിൽ സ്മോൾ സൈസ് കമ്പനികൾക്ക് മന്ത്ലി ഒരു 8,000 റുപ്പീസ് മുടക്കി കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യമുള്ള മൊഡ്യൂൾസ് എല്ലാം നമുക്ക് ഇത് വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുള്ളത് 8,000 എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഇതിനു വേണ്ടി ഒരു ആളെ വെച്ചാൽ തന്നെ 25,000-30,000 ശമ്പളം കൊടുക്കണം. അത് ഒരു വലിയ തുകയുമല്ല. അതെ. അപ്പോൾ നമുക്ക് ആളുകളുടെ എണ്ണം കുറയ്ക്കാം. പിന്നെ നമുക്ക് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആകും. ഓരോ എംപ്ലോയിക്ക് അവൻ്റെ മൊബൈൽ ആപ്പിൽ കാണാൻ പറ്റും ഞാൻ പഞ്ച് ചെയ്തിട്ടുണ്ടോ, എൻ്റെ അറ്റൻഡൻസ് ഏതാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്, ലീവ് എടുത്തില്ല, ലീവ് എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ അത് കംപ്ലീറ്റ് HRM സൊല്യൂഷൻ ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. ദെൻ നമുക്ക് ഇപ്പം നമ്മളൊരു സൊല്യൂഷൻ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു കമ്പനിക്ക് അവർ HR നമ്മൾ വെർച്വലായിട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ചെറിയ കമ്പനികൾക്കൊക്കെ ഇപ്പോൾ ഒരു HRനെ സാലറീഡ് ആക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് HR ആയിട്ട് വർക്ക് ചെയ്യും. നമുക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള അവർക്ക് ഇൻ്റർവ്യൂ ചെയ്ത് കൊടുക്കാം. അവരുടെ പേറോൾ നമ്മൾ മന്ത്ലി ചെയ്ത് അവരുടെ ഓൺ ടേബിളിൽ നമുക്ക് ഷീറ്റ് കൊടുക്കാം. ഈ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പാക്കേജ് ആണ്. അതൊരു വേറൊരു പാക്കേജ് ആയിട്ട് സോഫ്റ്റ്വെയർ അതിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ പ്ലസ് ഇതായിരിക്കും. അതിന് നമ്മൾ 12,000 റുപ്പീസ് മാത്രം മന്ത്ലി ചാർജ് ചെയ്യുള്ളൂ. ഈ സോഫ്റ്റ്വെയർ ഉണ്ടാവും, നമ്മുടെ ഒരു സോഫ്റ്റ്വെയറും കൊടുക്കും, മന്ത്ലി സബ്സ്ക്രിപ്ഷൻ മോഡലാണ്. അത് 12,000 റുപ്പീസിന് നമുക്കത് കൊടുക്കാൻ പറ്റും. അജി, താങ്കളുടെ ബിസിനസ് മോഡൽ വളരെ പ്രത്യേകത ഉള്ളതാണ്. കാരണം താങ്കൾ പ്രണയം അത് തലക്കി പിടിച്ച് പിന്നീട് 2 മതവിഭാഗമായിരുന്നിട്ടും പിന്നീട് മാരേജ് ചെയ്തവരാണ്. 2 പേരും ചേർന്ന്. എനിക്ക് 2 പേരെ അറിയാം. രശ്മി എനിക്കറിയാം. ഈ ഹസ്ബൻഡും വൈഫും ഒരു തോട്ട് പ്രോസസ്സാണ്. 2 പേരും ചേർന്ന് ബിസിനസ് ചെയ്യുന്നത് നല്ലതാണോ അതോ പ്രശ്നമാണോ? ചില സന്ദർഭങ്ങളിൽ നമ്മൾ വിചാരിക്കും ഇത്, കാരണം വെച്ചാൽ നമ്മൾ ക്ലയൻസിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് സ്ഥിരം കേൾക്കാറുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല, നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ കൊറോണയ്ക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ളവർ മാത്രമേ ഉള്ളൂ. ഇനി ആരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിരുന്നിട്ട് കോഡ് ചെയ്യും. അപ്പം ഞാൻ ബിസിനസ് വെർട്ടിക്കലാണ് നോക്കുന്നത്, ടെക്നിക്കൽ കംപ്ലീറ്റ് ചെയ്യുന്ന വൈഫാണ്. പിന്നെ ഇൻ പേഴ്സണൽ ലൈഫ് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞങ്ങൾ 2 പേരുടെയും കാര്യങ്ങൾ ഞങ്ങൾ 2 പേരും ഇടപെടാറില്ല. ആളുടെ ടെക്നിക്കൽ കാര്യങ്ങൾ ആളുടെ ഇതിൽ പോയിക്കോളും. വീട്ടിൽ നമ്മൾ ഈക്വൽ ഷെയർ ആണ്. ഇപ്പോൾ പാത്രം കഴിയണത് ഞാൻ റെഡിയാണ്,
ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഈഗോ ഒരു പ്രശ്നമില്ല. അപ്പം നമുക്ക് പിന്നെ ഞങ്ങളുടെ മോളാണെങ്കിൽ പോലും ഞങ്ങളെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവൾ കുഞ്ഞിലേ തൊട്ട് നമ്മൾ കണ്ടുവരുന്നതുകൊണ്ട് ആള് ആള് ഹാപ്പിയാണ്. എത്രാം ക്ലാസ്സിലായി? അവളിപ്പോൾ 6ാം ക്ലാസ്സിലേക്കായി. 6ാം ക്ലാസ്സിലേക്കായി. അപ്പോൾ പുള്ളിക്കാരും കൂടി ഇരുന്നോളൂ. പുള്ളിക്കാരി കൂടെ ഇരുന്നോളൂ. അപ്പോൾ നല്ലതാണ് ഫാമിലി ബിസിനസ്സിലുള്ളത്. അതെ അതെ. അപ്പോൾ ആള് കൂടെ ഇപ്പോൾ എക്സലിലൊക്കെ എഴുതി തരാൻ പറഞ്ഞാൽ പുള്ളിക്കാരും ചെയ്തൊക്കെ തരും. നമുക്ക് എന്തെങ്കിലും ചെയ്തൊക്കെ തരണമെങ്കിൽ. അത് ശരി. ഒരു ഫുൾ ഫാമിലി ബിസിനസ്സിലുണ്ട്. അതെ. അജിയുടെ ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ 5 പേരാണ് ഞങ്ങളുടെ ഈ കമ്പനി. നമുക്ക് GCCയിലാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് ഈ പ്രശ്നങ്ങൾ തീർന്നു കഴിഞ്ഞാൽ US ഒരാൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് US UK ഇത് രണ്ടുമാണ് നമ്മളുടെ ആഗ്രഹം. നമുക്ക് ഈ നമ്മളുടെ മേക്ക് ഇൻ ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്നൊരു പ്രോഡക്റ്റ് എല്ലായിടത്തും എത്താൻ പറ്റുക, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക, നാളെ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഇവിടെ ഉണ്ടാവുക. ഇനി നാളെ എൻ്റെ കാലശേഷം എൻ്റെ മോളോ ആരെങ്കിലും ഇത് കൊണ്ടുവന്ന സമയത്തും ഈ ഒരു ഹ്യൂമാനോ റെക്കോ എന്ന് പറയും. ഹ്യൂമാനോ റെക്കോ എന്നുള്ളതിൻ്റെ പേര് തന്നെ ഹ്യൂമൻ റെക്കഗ്നൈസേഷൻ. അതൊരു ഇറ്റാലിയൻ ഇത് നമ്മൾ എടുത്തതാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റിന്റെ പേര് കമ്പനിയുടെ പേര് ഹ്യൂമാനോ റെക്കോ ഇന്റർനാഷണൽ എന്നും പ്രോഡക്റ്റിന്റെ പേര് HR എക്സ്പേർട്ട് എന്നുമാണ്. HR എക്സ്പേർട്ട് ആണ്. അജിയുടെ പ്രോഡക്റ്റ് ഒരു കസ്റ്റമൈസബിൾ ആണോ? അത് സാർ, നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പം ഞങ്ങൾ പ്രോഡക്റ്റ് കൊടുക്കുന്നത് ഒരു 1 ടൈം പ്രൈസിലാണ്. അപ്പോൾ അത് അവരുടെ ഓൺ പ്രൈമസസിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക ചെയ്യും. നമുക്ക് സെക്കൻഡ് ഒരു ഓപ്ഷൻ, നമുക്ക് എല്ലാവർക്കും ഒരു പ്രൈസ് അഫോർഡബിൾ ആവണമെന്നില്ല, അല്ലെങ്കിൽ വളരാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടാവാം. അപ്പോൾ നമ്മൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു EMI പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പോലെ. അപ്പോൾ അതിൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ എമൗണ്ടിനെ കട്ട് ഡൗൺ ചെയ്ത് EMIs ആയിട്ട് കൊടുക്കാൻ പറ്റും. ദെൻ സാസ് മോഡലാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സാസ് മോഡലിനകത്ത് നമ്മൾ കൊടുക്കുന്ന നമ്മളുടെ ഡേറ്റയും കാര്യങ്ങളെല്ലാം അവരുടെ സെർവറിലാണ്. ഇപ്പോൾ ഏത് വെണ്ടറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കും ഡേറ്റ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ ഡേറ്റ നമ്മുടെ കയ്യിലാണ്. നമുക്ക് അത് കുറച്ച് 100% സെക്യൂരിറ്റിയാണ്. നമ്മളുടെ കമ്പനിയുടെ ഡേറ്റ വേറെങ്ങും പോവില്ല, വേറെ ആൾക്കും ഷെയർ ആവില്ല. സെക്കൻഡ് എന്ന് പറയുന്നത് കസ്റ്റമൈസേഷൻ. നമ്മൾ സാസ് മോഡലിൽ പോകുന്ന അല്ലെങ്കിൽ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ഇപ്പം നമ്മൾ ഇഷ്ടംപോലെ ഓൺലൈനിലുണ്ടല്ലോ. അപ്പം ഞാൻ ആരെയും മോശമായിട്ട് പറയാല്ല, പക്ഷേ അവർക്ക് കസ്റ്റമൈസ് ചെയ്യാണ്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരുടെ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് കസ്റ്റമൈസേഷൻ ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. പോസിബിൾ. അതുകൊണ്ട് കസ്റ്റമേഴ്സിന് പ്രയോജനകരമാണ്. കാരണം ഇപ്പോൾ സാറിൻ്റെ സ്ഥാപനത്തിന് എന്ത് വർക്ക് ഫ്ലോ അല്ലെങ്കിൽ സാറിൻ്റെ ഒരു വിഷൻ കൊണ്ടുവരണമെങ്കിൽ അതിനെ നമ്മളുടെ HR നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള വർക്ക് ഫ്ലോസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കസ്റ്റമൈസേഷൻ ഡെഫിനറ്റ്ലി പോസിബിൾ. നമുക്കിന്ന് എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്? നമ്മളിപ്പം ഏകദേശം ഒരു മോർ ദാൻ 100 ആളുകളെ കേറ്റർ ചെയ്തു. പക്ഷെ നമ്മൾ ഇനിയും കുറച്ചുകൂടെ ഉണ്ട്. നമ്മുടെ ഒരു 2027 ഒക്കെ ആകുമ്പോഴത്തേനും ഞങ്ങളുടെ ആഗ്രഹം വെച്ചിട്ട് 500 കസ്റ്റമേഴ്സിനെ, അത് നമ്മൾ ഈ 100 കസ്റ്റമർ പറഞ്ഞാൽ കോർപ്പറേറ്റുകളാണ്. യൂസേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ആൾക്കാരുണ്ടാവും, യൂസേഴ്സ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ആഗ്രഹം അതിനേക്കാളും കൂടുതൽ ഒരു 500 കസ്റ്റമേഴ്സ്. അത് നമ്മുടെ സാധാരണ ആളുകൾക്ക്, നമ്മുടെ ചെറിയ ഷോപ്പുകൾ തൊട്ട് സ്മോൾ സ്കെയിൽ തൊട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഒരു HR സിസ്റ്റം. ഇപ്പം ലൈക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളുടെ ഈഗിളിൻ്റെ ഒരു പ്രോഗ്രാം ശരിക്കും നമ്മളുടെ HRMS ത്രൂ അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റീവ്നെസ്, അതിൻ്റെ ഫീഡ്ബാക്കുകൾ, അപ്പോൾ അല്ലെങ്കിൽ അവർക്ക് പഠിച്ച കാര്യങ്ങൾ ഒരു ലൈൻ മാനേജ്മെൻറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു വിഷണറി ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സിന് ഡെഫിനറ്റ്ലി ഇത് ഭയങ്കര ഉപകാരം. മൾട്ടിപ്പിൾ യൂസ് ഉണ്ട്. ഡേ മോർണിംഗ് തുടങ്ങുന്ന സമയത്ത് അവർക്ക് വെൽക്കം മെസ്സേജ് തൊട്ട് തോട്ട് ഓഫ് ദ ഡേ തൊട്ട് ഇങ്ങനെ നമുക്ക് അവരുമായിട്ട് എൻഗേജ്. പിന്നെ നമുക്ക് എംപ്ലോയീസിനെ അവരുടെ ഒരു എൻഗേജ്മെൻറ്റ് അറിയാനായിട്ട് നമുക്ക് പോൾ ആൻഡ് സർവേ സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇപ്പം 2 രീതിയിലാണ്. ഇപ്പം നമുക്കൊരു പോൾ എടുത്തിട്ട് അത് വെച്ച് നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ എന്താ നടക്കുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാം ആസ് എ ബിസിനസ് ഓണർ. അപ്പോൾ അതിലൊരു പ്ലസും മൈനസും ഉണ്ട്. ഇപ്പോൾ ചിലർക്കൊരു പേടി ഉണ്ടാവും, എൻ്റെ പേരും കാര്യങ്ങളൊക്കെ അറിയില്ല, ഞാനൊരു അഭിപ്രായം എൻ്റെ പോളിൽ ഇട്ട് കഴിഞ്ഞു. പക്ഷേ അനോണിമസ് ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം നമുക്ക് റിയലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ നമുക്ക് കോൺഫിഡൻഷ്യൽ നോട്ട്സുകൾ. അപ്പം ആസ് എ ബിസിനസ് ഓണർ അപ്പോൾ അദ്ദേഹം വരുന്ന സമയത്ത് എംപ്ലോയിൻ്റെ അടുത്ത് പറയും, അജി നന്നായിട്ട് ചെയ്താൽ ഞാനൊരു 6 മാസം കഴിയുമ്പോൾ അജിക്കൊരു 5,000 rupees ഹൈക്ക് തരാം. ഞാൻ ഹാപ്പിയാവും. ഞാനൊരു 6 മാസം ചിലപ്പം ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ഭാഷയെ പറഞ്ഞ പ്ലെയർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യും. ബിസിനസ്സിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം അത് മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ഒരു നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ കൃത്യം 6 മാസം സാറിന് നോട്ടിഫിക്കേഷൻ കിട്ടും, അജി എന്ന് പറഞ്ഞ ആൾക്ക് 5,000 കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട്, അപ്പോൾ എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പേഴ്സണലൈസ്ഡ് ആയി, ഞാനിത് എന്തായാലും സാർ ഇത് ഓർത്ത് വെച്ച് എനിക്കിത് കൃത്യം തന്നല്ലോ. അപ്പോൾ ആ ഒരു റിമൈൻഡേഴ്സ് സിസ്റ്റവും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ വളരെ ഫ്ലെക്സിബിളാണ്. അത് കലണ്ടേഴ്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മറവിയുണ്ട്. അത് സാറ് നമ്മളെ പഠിപ്പിച്ച പോലെ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും. ഞാൻ എന്താണ് ഡെയിലി ചെയ്യേണ്ടത്, അപ്പോൾ ടാസ്ക് നമുക്ക് ചെയ്യാൻ പറ്റിയോ, എത്ര % ചെയ്തു,
ഇതും നമുക്ക് നമ്മുടെ ഈ ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ മാർക്കറ്റിൽ പോകുന്ന ആളുകളുണ്ടല്ലോ, ഇവർ സെയിൽസിലൊക്കെ പോകുന്നത്. അപ്പോൾ ആളുകളുടെ ഒരു ബുദ്ധിമുട്ടാണ് സെയിൽസ് പോയി കഴിഞ്ഞാൽ അറ്റൻഡൻസ്. അപ്പോൾ ഫ്രം എനിവെയർ വിത്ത് ലൊക്കേഷൻ നമുക്ക് അറ്റൻഡൻസ് എടുക്കാം. ദെൻ അറ്റൻഡൻസ് ജിയോ ഫെൻസിങ് വെച്ചൊരു പർട്ടിക്കുലർ ലൊക്കേഷൻ വേണമെങ്കിലും ചെയ്യാം. ഇനി ഒരു ക്ലയൻറ്റിനെ കണ്ടു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെയിൽസ് ഇത് പോയി കഴിഞ്ഞാൽ ഒരു ക്ലയൻറ്റിനെ കണ്ടു കഴിയുമ്പോൾ എന്താണ് സംസാരിച്ചതെന്നുള്ള നോട്ട് എഴുതിയിടാം. ആ ആളെ അവിടെ വിസിറ്റ് ചെയ്തൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് ലൊക്കേഷൻ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഈ സെയിൽസുകാരെ കൂട്ടാനും നല്ലൊരു കാര്യമാണ്. കാര്യമുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ വലിയ സ്വപ്നങ്ങളുണ്ട്. അതെ, തീർച്ചയായിട്ടും. US-ലും UK-ലും അതെ, യൂറോപ്പിലൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കണം. അപ്പോൾ അതിന് ഇന്ന് എത്ര പേർക്ക് നമ്മൾ തൊഴിൽ കൊടുക്കുന്നുണ്ട്? നമ്മളിപ്പോൾ ശരിക്കും ഞങ്ങളുടെ ഒരു 12 പേരുള്ള ടീമാണ് നമ്മളിപ്പം റൺ ചെയ്യുന്നത്. നമ്മൾ GCC-യിൽ നമുക്കൊരു 6 പേരുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളിവിടെ ഒരു 6 പേരുള്ള ടീമുണ്ട്. നിരവധി തിരിച്ചടികൾ അജിക്ക് ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങൾ നിർത്തി പണ്ടതുപോലെ ജോലിക്ക് പോയാലോ എന്ന് ചിന്തിച്ച ഒരു നിമിഷം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. നമ്മൾ ഫിനാൻഷ്യലി മാത്രമല്ല സാറേ, പല പ്രശ്നങ്ങൾ നമ്മുടെ ഓഫീസിൽ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇതിനെ ബാക്കിലേക്ക് കോമ്പറ്റീറ്റേഴ്സ്, ഇപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, നമ്മളൊരു പ്രൈസ് പറഞ്ഞു, നമ്മൾ അതിനേക്കാളും അണ്ടർ കോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതാ പോകും. പക്ഷേ നമ്മളെപ്പറ്റി മോശം പറഞ്ഞിട്ട് ആൾക്കാർ ഇതെടുക്കുന്ന സമയത്ത് അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അടുപ്പം നിർത്തി പോവും. ദെൻ അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ പ്രോഡക്റ്റ് മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഭയങ്കര. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ച് നിർത്തിയേക്കാം, കാരണം നമുക്ക് അവരുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് മനസ്സിലായി, നമ്മൾ അവരോടൊപ്പം വളരാൻ തുടങ്ങിയപ്പോഴാണ് അവർ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, നമ്മളെപ്പറ്റി പറയാൻ തുടങ്ങി. അത് ശരിക്കും ഒരു പ്ലസ് പോയിന്റ് അല്ലെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞ എനർജി ആയിരുന്നു. നമ്മുടെ പ്രോഡക്റ്റിനെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങി. അത് ശരിക്കും. അപ്പോൾ ഞാൻ സജി സാറിനോടൊക്കെ പറയാം, അപ്പോൾ സാറ് നീ കാമായിട്ടിരിക്കുക, നമുക്കുള്ളത് വരും. നമ്മൾ പ്രോഡക്റ്റ് സ്ട്രോങ് ആണ്, നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? വളരെ കാമായിട്ടിരിക്കും, നമുക്കുള്ളത് നമ്മുടെ ഇതിൽ വരും. തൊഴിലിലും ബിസിനസ്സിലും ഒക്കെ നിരവധി തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് അജിക്ക്. പക്ഷേ ഇന്ന് ഉയർച്ചയുടെ പാതയിലാണ്. അത് ഇനി വളരും, അടുത്ത ലെവലിലെത്തിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. അതെ. നിങ്ങൾ കേട്ടു അജി എന്ന ഈ സംരംഭകൻ അദ്ദേഹത്തിൻ്റെ പത്നി രശ്മിയുമായി ചേർന്ന് ഒരു സ്ഥാപനം തുടങ്ങുന്നു, HRMS. നമുക്ക് എല്ലാവർക്കും തലവേദനയുള്ളൊരു വിഷയമാണ് പീപ്പിൾ മാനേജ്മെൻറ്റ്. നമ്മൾ ചെറിയ സംരംഭങ്ങൾ പലപ്പോഴും ഒന്ന് പതറുന്ന മേഖല അതാണ്. ആൾക്കാർ വരുന്നു, റിക്രൂട്ട്മെൻറ്റ് തലവേദനയാണ്, ESI, PF, അവരുടെ അറ്റൻഡൻസ്, ഇത് പല പല സെഗ്മെൻറ്റാണ്, പല പല സെക്ടറിൽ കിടക്കണം, ട്രെയിനിങ് കൊടുക്കണം. ഇത് ഇത്തിരി ഒന്ന് ESIയും PF-ഉം വൈകിയ അതിൻ്റെ ഫൈനും പെനാൽറ്റിയായി പല പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത്തരം ഒരു നല്ലൊരു പ്രോഡക്റ്റ് ഇവർ രണ്ടുപേരും ചേർന്ന് ഡെവലപ്പ് ചെയ്തു. അത് വളരെ മനോഹരമായി നല്ലൊരു ഫിനിഷിംഗ് ഉള്ളൊരു പ്രോഡക്റ്റ്, ഫ്ലെക്സിബിളാണ്, കസ്റ്റമൈസബിളാണ്. അദ്ദേഹം ഇന്ന് 100-ൽ പരം സംരംഭകരെ സഹായിക്കുന്നുണ്ട്. അദ്ദേഹം വിദേശത്തും കാലൂന്നി കഴിഞ്ഞു. ഇത്തരം സംരംഭങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ. HR, ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ പീപ്പിൾ മാനേജ്മെൻറ്റിന് വലിയൊരു സൊല്യൂഷൻ ഇദ്ദേഹം വഴി നിരവധി സ്ഥാപനങ്ങൾ കൊടുക്കാറാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഒരു ഈഗിൾ മെമ്പറാണ്. സോ അജി, വളരെ സന്തോഷം. താങ്കൾ ഇനി ഉയരങ്ങളിലെത്തട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ ഈഗിൾസിൻ്റെ കമ്മ്യൂണിറ്റിയുടെ എല്ലാവരും 1650 പേരുടെ പേരിലും സ്പാർക്കിൻ്റെ ലക്ഷക്കണക്കിന് എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.